ഹരിയാന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹരിയാന എന്ന് പറയുന്നത് ഒരുപാട് മലയാളികളുള്ള പ്രദേശം കൂടിയാണ്. കാരണം ഈ വ്യവസായ മേഖലകളൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് മലയാളികളുണ്ട്. മലയാളികൾക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഹരിയാനയിൽ നിരവധി മലയാളികളുള്ള ഇടമാണ് ഏവരും ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഹിസാർ മണ്ഡലം. ഇത്തവണ ഹരിയാനയിൽ BJP ഭരണത്തിന് മാറ്റം വരുമെന്നാണ് അവിടുത്തെ മലയാളികൾ പറയുന്നത്. ഹരിയാനയിൽ നിരവധി മലയാളികളുള്ള ഒരു സ്ഥലമാണ് ഹിസാർ. ഈ ഹിസാറിൽ നമുക്ക് കുറച്ച് മലയാളികളെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേട്ടാ പേരെങ്ങനെ? എൻ്റെ പേര് ബിജു കെ ശാമുവൽ. ഇവിടെ ഹരിയാന ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായി? ഞാൻ 2007 തൊട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹരിയാന തെരഞ്ഞെടുപ്പ് ഇത്തവണ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒരു വശത്ത് BJP ഉള്ളപ്പം മറുവശത്ത് കോൺഗ്രസ് ഇങ്ങനെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും ഇത്തവണ? അതോ ഈ പ്രാവശ്യം മാറ്റമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർഷക സമരം മൊത്തം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ തന്നെ എല്ലാം ഇവിടുത്തെ ഹരിയാനക്കാർ പറയുന്നത് ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഒരു 2 ടൈം BJP ഭരണമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വികസനമൊക്കെ കൃത്യമായിട്ട് നടന്നിരുന്നു. എന്തൊക്കെയാണ് അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത്? വികസനമൊന്നും നടന്നിട്ടില്ല. ഇതെല്ലാം നേരത്തെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ജോലിയില്ല, ആർക്കും ജോലി ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ലിജി. എങ്ങനെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? ഇത്തവണയൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ നല്ലതായി നടക്കുന്നുണ്ട്. പക്ഷേ അറിയത്തില്ല BJP ആണോ വരുന്നത് കോൺഗ്രസ് ആണോ വരുന്നതെന്നുള്ള അറിയത്തില്ല. തെരഞ്ഞെടുപ്പൊക്കെ നല്ലതായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ പ്രചരണമൊക്കെ ശക്തമായിട്ട് തന്നെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട് നല്ലതായിട്ട്. അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷേ കൂടുതലും കോൺഗ്രസിൻ്റെയാണ് നടക്കുന്നത്. BJPയുടെയൊക്കെ കുറവാണ് നമ്മളിവിടെ കാണുന്നത്. ചേട്ടൻ പേരെങ്ങനെ? എത്ര വർഷം ഇവിടെ? എൻ്റെ പേര് ലിജു. ഞാൻ 3-4 വർഷം കൊണ്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പ്രചരണമൊക്കെ കാണാറുണ്ട്, ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഒരു മാറ്റത്തെക്കുറിച്ചാണോ ഇവിടുത്തെ ആളുകൾക്ക് സംസാരിക്കുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ ആണ് കൂടുതലും കാണുന്നത്. BJPയുടെ കുറവായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിനാണ് ജയസാധ്യത കൂടുതൽ. ചേട്ടാ ഇത്തവണ ഹിസാറിലെ തെരഞ്ഞെടുപ്പ് സാവിത്രി ജിണ്ടൽ സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. എങ്ങനെ സാവിത്രി ജിണ്ടലിനൊരു വിജയസാധ്യതയുണ്ടോ? ഇല്ല, അതിനൊരു യാതൊരു മാർഗവുമില്ല. എന്താന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് കൂടെ പോയി. അതാണ് BJPക്ക് കിട്ടാനുള്ള വോട്ടുകളും ഇപ്പം സാവിത്രി ജിണ്ടൽ സ്വന്തമായിട്ടും മത്സരിച്ചത് കൊണ്ട് പോയി. അവർക്ക് ആ BJPയുടെ പകുതി വോട്ടും അവരുടെ കയ്യിൽ പോകും. അപ്പം പിന്നെ BJPക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും ഇത്തവണ ഹരിയാനയിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് മലയാളികളും നമ്മളോട് പ്രതികരിക്കുന്നത്. ഹരിയാനയിലെ ഹിസറിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.